ഹായ് PSC വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഇന്ന് സ്കൂൾ തുറന്ന ശേഷമുള്ള എൻ്റെ ഒരു ഈവനിങ് സ്റ്റഡി വ്ളോഗാണേ. ഇതാണ് എൻ്റെ റുട്ടീൻ എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ, ചിലപ്പോൾ ഇത് മാറ്റം വരാം. ഇപ്പോൾ ഫസ്റ്റ് ദിവസങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഇങ്ങനെ. അപ്പോൾ എങ്ങനെയാണ് എൻ്റെ ഒരു ദിവസം പോകുന്നതെന്ന് നോക്കാം, അതായത് ഒരു ഈവനിങ് എങ്ങനെയാണ് പോകുന്നത് നോക്കാം. എനിക്ക് ഒട്ടും പഠിക്കാൻ പറ്റില്ല കേട്ടോ ഈവനിങ് സ്കൂൾ തുറന്ന സമയത്ത്. കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടികളുടെ കാര്യങ്ങൾ നോക്കാണ്ടാവും, അവരെ പഠിപ്പിക്കാനുണ്ടാവും അങ്ങനെ. അപ്പോൾ എന്നെപ്പോലെ ഒരുപാട് അമ്മമാർ ഇതുപോലെ സ്ട്രഗിൾ ചെയ്ത് പഠിക്കുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് കണക്ട് ചെയ്യാവുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. അപ്പോൾ വൈകിട്ട് തന്നെ ഞാൻ പാലൊക്കെ കാച്ചി വെച്ചു കേട്ടോ. കുട്ടികൾ സ്കൂൾ വരുമ്പോഴേക്കും പാലെല്ലാം കാച്ചി വെച്ച് ഞാനും ഒരു ചായ എല്ലാം ഇട്ടിട്ട് കുടിച്ചിട്ട് ഒന്ന് ഉഷാറായിട്ട് പഠിക്കാനിരിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്നത് 4:15 ആ ടൈമിലാട്ടോ. അപ്പം ഞാനൊരു 3:45 ആ ഒരു സമയമാകുമ്പോൾ അടുക്കളയിൽ കയറി ഇതെല്ലാം റെഡിയാക്കും. പിന്നെ ഞാൻ ചായയെല്ലാം കുടിക്കായിരുന്നു കേട്ടോ. അതിൻ്റെ കൂടെയുള്ള ഈ ഒരു പക്കോട ഉണ്ടല്ലോ, ഉള്ളിപ്പക്കോട, ഇത് എൻ്റെ വാപ്പ ഉണ്ടാക്കിയതാട്ടോ. എൻ്റെ വാപ്പാൻ്റെ സ്പെഷ്യലാണ്. അപ്പോൾ എനിക്ക് തന്നു വിട്ടതാണ് കേട്ടോ എൻ്റെ വീട്ടിൽ നിന്ന്. ഞാൻ 2 ദിവസം മുമ്പ് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം എനിക്കിത് കഴിക്കാൻ വേണ്ടി തന്നു വിട്ടതാണ്. ഇത് 2 ദിവസമൊക്കെ ഇരിക്കും കേട്ടോ, കേട് വരില്ല, അങ്ങനത്തെയാണ്. അപ്പോൾ നല്ല ടേസ്റ്റാട്ടോ അത്. അപ്പം ഞാൻ അതും കഴിച്ച് നല്ല ആസ്വദിച്ച് ചായയെല്ലാം കുടിച്ച് ഇരിക്കുമ്പോഴേക്കും കുട്ടികൾ എത്തും കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ എത്തി പിന്നെ അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം കൊടുത്ത് വലിയ മോൻ മദ്രസയിൽ പോകുന്നുണ്ട്. അപ്പോൾ അവനെ മദ്രസയിലെല്ലാം പറഞ്ഞയച്ച് അതിന് ശേഷമാണ് ഞാൻ പഠിക്കാതിരിക്കുന്നത് കേട്ടോ. ഒരു 4:45 ആ ടൈമൊക്കെ ആയി ഈ ഒരു സമയം. അപ്പോൾ ഞാൻ SCRT ആണ് കേട്ടോ പഠിക്കാനിരിക്കുന്നത്. ഞാനിപ്പോൾ ഷോർട്ട് നോട്ടായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അതായത് ഒരുപാട് എന്താ പറയുക, അത്രയ്ക്ക് വല്ലാതെ ഷോർട്ട് നോട്ട് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് പോയിന്റ് മാത്രം എഴുതി വെക്കുകയല്ല, ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആ ഒരു രീതിയിലാട്ടോ എഴുതി പോകുന്നത്. എനിക്ക് മറക്കും എന്ന് തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ എഴുതി പോകുന്നത്. ചിലപ്പോൾ എനിക്ക് അറിയുന്നതായിരിക്കും, എന്നാലും എൻ്റെ മനസ്സിലൊരു പേടി ഉണ്ടാവും കേട്ടോ, എങ്ങാനും ഇത് മറന്നാലോ. അപ്പോൾ എക്സാമിൻ്റെ തലേ ദിവസമൊക്കെ റിവിഷൻ ചെയ്യാൻ പറ്റുന്ന ആ ഒരു രീതിയിലാണ് ഞാൻ ഈ ഒരു നോട്ട് ഉണ്ടാക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് SCRTയുടെ ഏകദേശം ഒരു ഭാഗങ്ങളെല്ലാം വായിച്ച ഒരു ഫീല് കിട്ടുകയും ചെയ്യും ഈ ഒരു നോട്ട് വായിക്കുമ്പോൾ. അപ്പോൾ നോട്ട് ഉണ്ടാക്കുക എന്ന് പറയുന്നത് കുറച്ച് സമയം പോകുന്ന കാര്യം തന്നെയാണ്, എങ്കിലും അത് വളരെ നല്ലതാട്ടോ. നമുക്ക് എക്സാമിന്റെ തലേദിവസം പ്രത്യേകിച്ച് നമുക്ക് റിവിഷനൊക്കെ വളരെ നല്ലതാണ്. അതുകൊണ്ടാട്ടോ ഞാനിപ്പോൾ ടൈം പോയാലും സാരല്ല എന്നുള്ള രീതിക്ക് നോട്ട് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ സയൻസിനും അതേപോലെ സോഷ്യൽ സയൻസിനൊക്കെ വേറെ വേറെ തന്നെ നോട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ചാപ്റ്ററിന്റെ പേരൊന്നും എഴുതാറില്ല കേട്ടോ, ജസ്റ്റ് ഇങ്ങനെ ഒരു സ്റ്റാർ പോലെ ഇട്ടിട്ട് അങ്ങനെ എഴുതി പോലാണ്. അല്ലാതെ ക്വസ്റ്റ്യൻ നമ്പർ ഇടോ അതേപോലെ ചാപ്റ്ററിന്റെ പേര് എഴുതി വയ്ക്കുക അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അറിവിടത്തിൻ്റെ ആ ഒരു സയൻസിൻ്റെ ബുക്കാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് പഠിക്കാനായിട്ട്. ഇത് ഞാൻ നോട്ട് ഉണ്ടാക്കുന്നില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടേ ഉള്ളൂ, റിവിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റിവിഷൻ ചെയ്ത് കഴിഞ്ഞ ശേഷം അടുത്ത തവണ റിവിഷന് വരുമ്പോൾ നോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചോട്ടെ. ഇനി എനിക്ക് സോഷ്യൽ സയൻസിലാണ് കുറച്ച് ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആക്കാനുള്ളത് കേട്ടോ, പുതിയ SCRTയുടെ. അപ്പോൾ അതും പഠിക്കണം. അപ്പോൾ ആദ്യം തന്നെ ഇതിലെ ആ സയൻസ് ഭാഗങ്ങളൊക്കെയാണ് ഞാൻ പഠിച്ചു പോകുന്നത്. സയൻസൊക്കെ എനിക്ക് ഈ പുതിയ SCRTയിൽ കെമിസ്ട്രിയുടെ ഭാഗത്തൊക്കെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട് തോന്നി കേട്ടോ. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. ആദ്യമായിട്ട് ഇങ്ങനെ ചില വേർഡ്സ് ഒക്കെ കേൾക്കണോണ്ടുള്ള ബുദ്ധിമുട്ടായിരിക്കും. എനിക്ക് സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഒരുപാടില്ല, അതുകൊണ്ടായിരിക്കും കേട്ടോ. ഞാൻ BA ഹിസ്റ്ററി ആയിരുന്നു, അതുകൊണ്ട് തന്നെ 10ാം ക്ലാസ്സിൽ വിട്ടതാണ് ഈ സയൻസൊക്കെ, അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടായിരിക്കും. എങ്കിലും കുഴപ്പമില്ല, നമ്മളെ കൊണ്ട് പറ്റും. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് ബോറടിച്ചപ്പോൾ ഞാൻ പുറത്തൊക്കെ വന്ന് എൻ്റെ ചെടികളെയൊക്കെ ഇങ്ങനെ നോക്കിയിട്ടോ. നല്ല മഴക്കാരൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ നല്ലൊരു കാലാവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ പുറത്ത് വന്നിരുന്ന് പഠിക്കാമെന്ന് വിചാരിച്ച് ഞാനൊരു ബുക്കെല്ലാം എടുത്തിട്ട് പുറത്ത് വന്നിട്ടാ. അതിന് ശേഷം അപ്പം ഞാനിങ്ങനെ ചെടിയിലിങ്ങനെ ചെറിയൊരു ഈ ഒരു പ്രാണിയെ പോലെ കണ്ടപ്പോൾ അതിനെ നോക്കി അതിന് വീഡിയോ എല്ലാം എടുത്തതാണ്. അപ്പോൾ ഇതാണെന്ന് തോന്നുന്നു അല്ലേ നിശാശലഭം എന്ന് പറയുന്നത്. എൻ്റെ ഒരു ഡൗട്ടാട്ടോ. ഇപ്പോൾ പുതിയ SCRTയിലേക്ക് ഉണ്ടല്ലോ നിശാശലഭം, അതേപോലെ ശലഭത്തെ വേർതിരിച്ചറിയാൻ. അതിൽ നിശാശലഭം എന്ന് പറയുന്നത് ഇതാണോ എന്ന് എനിക്ക് തോന്നിപ്പോയി. അറിയുന്നവർ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ പഠിക്കാൻ പോകുന്നത് ഇപ്പോൾ കറണ്ട് അഫയേഴ്സ് ആണ്. 2026 ജനുവരി തൊട്ടിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ഞാൻ എഴുതി പോകുന്നുണ്ട് കേട്ടോ, ഡെയിലി കറണ്ട് അഫയേഴ്സ്. അപ്പോൾ അത് ആദ്യം തൊട്ടിട്ട് വായിക്കാമെന്ന് വിചാരിച്ചു. ആദ്യം തൊട്ട് ഇതുവരെയ്ക്കൊന്നും എത്തില്ല, എങ്കിലും നമ്മൾ ആദ്യത്തെ ആ ഒരു ഭാഗങ്ങൾ വായിച്ച് റിവിഷൻ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ ഈ ഒരു ടൈമിൽ അതാണ് പഠിക്കുന്നത്. പിന്നെ 2027 LDCയെ കുറിച്ച് ഒരുപാട് പേര് എന്നോട് കമൻറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഏതൊക്കെ SCRT ചാപ്റ്റേഴ്സ് പഠിക്കണം, അതേപോലെ ഹോട്ട് ടോപ്പിക്സ് ഏതൊക്കെയാണ്, ഇംഗ്ലീഷ് മലയാളം മാത്സ് ഒക്കെ എങ്ങനെ പഠിക്കേണ്ടത്, അതിനെക്കുറിച്ചിട്ടൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ വീഡിയോ ചെയ്യാം കേട്ടോ. പക്ഷെ കുറച്ച് സമയം തരണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെപ്പോലെ തന്നെ PSC പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആസ്പിറൻ്റ് ആണ് ഞാൻ. അതുപോലെ തന്നെ ജൂലൈ 18 നടക്കുന്ന 10th പ്രിലിംസ് എഴുതാൻ പോകുന്ന ആളാണ്. അപ്പോൾ അതിനൊക്കെ വേണ്ടി പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ കൂടുതൽ ടൈം ഈ യൂട്യൂബിലെ വീഡിയോസിനായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അതെൻ്റെ പഠനത്തെ ബാധിക്കുന്ന എനിക്ക് തോന്നിയതുകൊണ്ടാട്ടോ ഇപ്പം ഞാൻ ഡെയിലി വീഡിയോ ഒന്നും ഇടാത്തത്. അപ്പോൾ എനിക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് ഉറപ്പായിട്ടും ഇടാം.
പിന്നെ ഈ വീഡിയോസ് എല്ലാം ഞാൻ ഇടുന്നത് എൻ്റെ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലാട്ടോ, അല്ലാതെ 100% ഇതാണ് ശരിയെന്നും ഞാൻ പറയുന്നില്ല. നിങ്ങളും എന്നെപ്പോലുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യും, അത്രയേ ഉള്ളൂ. പിന്നെ ഇനിയിപ്പോൾ രാത്രി 7 മണിക്ക് ശേഷമുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ ഇനി 7 മണിക്ക് ശേഷമുള്ള കാര്യങ്ങളൊക്കെ ആട്ടോ നിങ്ങൾ കാണുന്നത്. മക്കളെ പഠിപ്പിക്കുക, അതേപോലെ തന്നെ അവർക്ക് ഹോംവർക്ക് ചെയ്യാനുള്ളത് ചെയ്യിപ്പിക്കുക, അവർക്ക് ഫുഡ് കഴിക്കാൻ കൊടുക്കുക, അതൊക്കെ തന്നെയാണ് ഈ ഒരു 7 മണിക്ക് ശേഷം. ഒരു 9 മണി വരെ ഞാൻ ബിസിയാണ് കേട്ടോ. ചിലപ്പോൾ ഞാൻ ഈ ടൈമിൽ വീഡിയോ ക്ലാസ് കേൾക്കും, പക്ഷെ ഇന്ന് ഞാൻ കേട്ടില്ല. അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു ടൈമൊക്കെ പഠിക്കാൻ കിട്ടുമായിരുന്നു കേട്ടോ. സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും മിസ്സാവുന്ന ഒരു ടൈമാണ് ഈ ഒരു ടൈം. അപ്പോൾ എന്നെപ്പോലെ തന്നെ ആയിരിക്കും ഓരോരുത്തരെന്ന് വിചാരിക്കുന്നു. അത് കഴിഞ്ഞ് 9 മണിക്ക് ശേഷം പിന്നെ ഞാൻ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് നോക്കിയിട്ടുള്ളത്. അത് കഴിഞ്ഞ് കുറച്ച് വീഡിയോ ക്ലാസ്സും കൂടി കണ്ടിട്ട് ഞാൻ കിടന്നുറങ്ങിയിട്ട് ഒരു 10-10:30 ആകുമ്പോൾ ഞാൻ കിടന്നുറങ്ങി. എന്താണെന്ന് വെച്ചാൽ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, രാവിലെ നേരത്തേക്ക് എഴുന്നേൽക്കുന്നതുകൊണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ തന്നെയായിരിക്കും. മാക്സിമം നമ്മുടെ ടൈം എവിടെയെങ്കിലുമൊക്കെ കിടക്കുന്നുണ്ടാവും, അതെല്ലാം കണ്ടെത്തി പഠിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബായ്. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഇനി ഞാൻ ഡേ ഇൻ മൈ ലൈഫ് പോലത്തെയൊക്കെ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ സ്കൂളുള്ളതുകൊണ്ട് രാവിലെ നല്ല തിരക്കായിരിക്കും, എങ്കിലും ഞാൻ ശ്രമിക്കാം. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഈ വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ, ബായ്.